ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ ഈ പ്രത്യേക സമയത്തുള്ള വിഷ്വൽസ് മാത്രം ഡിലീറ്റ് ആയി പോയിരിക്കുന്നത്? അതിന് മുമ്പുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട്. നിങ്ങളിത് മനഃപൂർവ്വം ഡിലീറ്റ് ആക്കിയതാണോ? അനാവശ്യം പറയരുത്. അല്ലാതെ പിന്നെ ആ വിഷ്വൽസ് മാത്രം എങ്ങോട്ട് പോയി? അയാളുടെ ഭാര്യയെ കാണാതായിട്ട് എത്ര നാളായി? ഒരുപാട് വർഷങ്ങളായി. പക്ഷേ ഇപ്പോ ആ കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്നൊരു ഭർത്താവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ഭർത്താവായിരുന്നിട്ടും അവരെങ്ങനെ പിരിഞ്ഞു പോയേ? ഓ, അത് വലിയൊരു ട്രാജഡിയാ. ഈ ഹോസ്പിറ്റലിൽ വെച്ച് അവര് തമ്മിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി? അവരിവിടെ ഇല്ലേ? ഉണ്ടാവണം. ഭാര്യയോടുള്ള ആ ചെറുപ്പക്കാരന്റെ ആത്മാർത്ഥത കാണുമ്പോൾ അവരെ ഉടൻ തന്നെ അയാൾക്ക് തിരിച്ചു കിട്ടാൻ തന്നെയാ എനിക്കും തോന്നുന്നത്. എന്തായാലും അവരെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീണ്ടും അവരൊരുമിച്ച് ജീവിക്കും. അത് നന്നായി. ശരിക്കും അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചേ? കഥയൊക്കെ ഇനി നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. ഇനിയും താമസിച്ച നമ്മള് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഗൗരിമോൾ അവിടെ എത്തും. അയ്യോ, ഞാനത് മറന്നു. വാ, നമുക്ക് മോള് മുമ്പിൽ കയറി, അമ്മ പുറകെ കയറിക്കോളാം. കയറി. സമയം കൃത്യമായി എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഒരു 11:30 കാണും. 14-ാം തീയതി അല്ലേ? അതെ. ഞാൻ നോട്ടെ. എനിക്ക് ആ പുറത്തെ ക്യാമറയുടെ വിഷ്വൽസാ വേണ്ടത്. അവിടെ വെച്ചാ ഞാൻ അർച്ചനെ കണ്ടത്. പുറത്ത് 2 ക്യാമറ ഉള്ളത്. ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അതെ, ഒരു 11 മണി മുതലുള്ള വിഷ്വൽസ് നോക്കിയാൽ മതി. അതിലെന്തായാലും കാണാതിരിക്കില്ല. ഈ ടൈം കോഡ് നോക്കിക്കോളൂ. ഇത് 11 മണിക്കുള്ളതാ. അല്ല, ഇതെന്താ ഇങ്ങനെ? അത് ആ സമയത്ത് ഈ ക്യാമറകൾ റെക്കോർഡായിട്ടില്ല. റെക്കോർഡ് ആയില്ലേ? അതെന്താ അങ്ങനെ? അതെങ്ങനെ എനിക്കറിയാൻ പറ്റും? ചിലപ്പോ ആ സമയത്ത് സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആയി കാണും. അതെന്താ ആ സമയത്ത് മാത്രം സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആവുന്നേ? ഇതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളാണല്ലോ, എപ്പോ വേണമെങ്കിലും പണിമുടക്കാം. എന്ത് പറ്റി? കഴിഞ്ഞില്ല ഇതുവരെ? ഇല്ല സിസ്റ്ററെ, ആ സമയത്ത് ക്യാമറ റെക്കോർഡ് ആയില്ലെന്നാ ഇയാള് പറയുന്നേ. ഞാൻ പറഞ്ഞു സത്യമോ? ആ സമയത്ത് മുൻവശത്തെ 2 ക്യാമറകളും റെക്കോർഡായിട്ടില്ല. അതെ, ഒന്നുകൂടെ നോക്കോ. ചിലപ്പോ വേറെ ഏതെങ്കിലും ക്യാമറയിൽ വിഷ്വൽസ് കാണും. ഇതിനകത്ത് ഇനി എന്തു നോക്കാനാ സാറേ? ക്യാമറ റെക്കോർഡായില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. എന്നാ അതിനു മുമ്പുള്ള വിഷ്വൽസ് ഒന്ന് കാണിച്ചേ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ക്യാമറ റെക്കോർഡ്സ് ഒന്ന് കാണിച്ചേ. ഇതെന്താ ഈ പ്രത്യേക സമയത്തുള്ള വിഷ്വൽസ് മാത്രം ഡിലീറ്റ് ആയി പോയിരിക്കുന്നത്? അതിന് മുമ്പുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട്. നിങ്ങളിത് മനഃപൂർവ്വം ഡിലീറ്റ് ആക്കിയതാണോ? അനാവശ്യം പറയരുത്. അല്ലാതെ പിന്നെ ആ വിഷ്വൽസ് മാത്രം എങ്ങോട്ട് പോയി? എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കും അറിയണ്ടേ? നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് മുകളില് ഇതിന് മറുപടി പറയേണ്ട വേറെ ആളുകളുണ്ടല്ലോ. ഞാനേ അവരോട് ചോദിച്ചോളാം. വിളിക്ക്, നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററെ വിളിക്ക്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. വെറുതെ കിടന്ന് ഷോ കാണിക്കരുത്. ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞില്ല.
സിസ്റ്റം ഫെയിൽ ആയതിന് ഞാൻ എന്ത് ചെയ്യാനാ? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോണം. അങ്ങനെ ഇറങ്ങി പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടോ. ഇറങ്ങിപ്പോവാനാ പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എടോ, എന്നാ പിന്നെ നീ പോയി പോലീസിനെ വിളിക്കടാ. വിളിക്കടാ പോലീസിനെ. എന്താ പേടിപ്പിക്കുന്നത്? വിളിക്ക്. അവര് വരുമ്പോ സത്യം അറിയാലോ. ബഹളം ഉണ്ടാക്കരുത്. സത്യം പറയടാ. സച്ചിനെ മായച്ചു കളഞ്ഞത്. സിസ്റ്ററെ പോലീസിനെ വിളിക്കും. പറയടാ സത്യം. സച്ചിനെ പറ. വേണ്ട. പറ. എടാ, പറയടാ പറയാനല്ലേ പറഞ്ഞേ? സത്യം പറയടാ. നീയാ ചെയ്തേ? ഏയ്, വിട്. പറയടാ. സത്യം പറ. ഏയ്, വിടാനാ പറഞ്ഞേ? വിടാൻ. ഒരു CBI വന്നിരിക്കുന്നു. അതേടാ. നോക്കിക്കോ. നിന്നൊന്നും ഞാൻ വെറുതെ വിടാൻ പോയിട്ടില്ല. കേട്ടോടോ. വരാനല്ലേ പറഞ്ഞേ? നീ ചെയ്തേ? നമ്മൾ ചിലപ്പോ അകത്താവും. വരാനല്ലേ പറഞ്ഞേ? അകത്താവുന്നെങ്കിൽ ആവട്ടെ. പോലീസും ജയിലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എന്റെ അർച്ചനയ്ക്ക് വേണ്ടി എങ്ങോട്ട് പോകാനും ഞാൻ തയ്യാറാ. പറടാ സത്യം. എടാ, നീയൊക്കെ കൂടി ഇല്ലാതാക്കാൻ നോക്കുന്നതേ എന്റെ ലൈഫാടാ. ഇതിനൊക്കെ നിന്നൊക്കെ കൊണ്ട് മറുപടി പറയിക്കാതെ ഞാൻ വിടില്ലടാ. ഒന്നിനും വിടില്ല. പോലീസ് ഒന്ന് ആകെ പ്രശ്നമാണ് പറയുന്നേക്ക്. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ആകെയുള്ള പ്രതീക്ഷയും പോയി. ഇനി ഞാൻ എന്റെ അർച്ചനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ദൈവം പോലും കൂടെയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ക്യാമറയിലെ വിഷ്വൽസ് ഇങ്ങനെ മാഞ്ഞു പോവോ? ഇത് അവന്മാര് മനഃപൂർവ്വം ചെയ്തതാ. ഏട്ടൊന്ന് സമാധാനപ്പെട്. എന്തായാലും ഇത്രയും വർഷം അർച്ചന വേണ്ടി കാത്തിരുന്നല്ലേ. ഈ ഒരു സംഭവം കൊണ്ട് മാത്രം തളർന്നു പോകേണ്ട യാതൊരു കാര്യമില്ല. ഏട്ടൊരു കാര്യം ചെയ്യ്. ആ വക്കീലിനെ വിളിച്ച് കാര്യം പറയും. അദ്ദേഹത്തിനൊരു സമാധാനം ഉണ്ടാക്കും. ആ, അത് ശരിയാ. സാറിനെ ഇപ്പൊ തന്നെ വിവരം അറിയിക്കാം. ഹലോ, എന്തായി? വൈഫിനെ കണ്ടോ?